നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി ഇക്വേഷൻസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് തന്നെ സ്ട്രിപ്പ് ഫൗണ്ടേഷൻ, റെക്റ്റാങ്കുലർ, സ്ക്വയർ, സർക്കുലർ, ഈ കേസെല്ലാം നമ്മൾ സ്പെസിഫിക് ആയിട്ട് വന്ന ഇക്വേഷൻ ചേഞ്ചും പറഞ്ഞായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇഫക്റ്റ് ഓഫ് വാട്ടർ ടേബിൾ ഓൺ ബിയറിംഗ് കപ്പാസിറ്റി, വാട്ടർ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഡിഫറെൻറ്റ് ലെവൽസിൽ വരുമ്പോൾ എങ്ങനെ ഇക്വേഷൻ മാറാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെ മാറും, അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, ഞാൻ അവിടെ എഴുതിക്കുന്നത് when water table comes, we introduce additional terms called reduction factors, namely RW1 and RW2. ഓക്കെ, അപ്പം നമ്മുടെ ഒറിജിനൽ ഇക്വേഷനകത്തേക്ക് അഡീഷണൽ ടേംസ്, അതായത് ആ ടേംസിൻ്റെ പേരാണ് റിഡക്ഷൻ ഫാക്ടേഴ്സ്. നൊട്ടേഷൻ RW1 and RW2. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ടേംസ് ആഡ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പം നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം 3 ടേംസ് ആണ് ഇക്വേഷന് ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ടേംസ് അത് എവിടെയൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് ഇക്വേഷൻ എഴുതി കാണിക്കാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ QU = CNC പ്ലസ് ഗാമ DF NQ പ്ലസ് 0.5 B ഗാമ N ഗാമ ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പം വാട്ടർ ടേബിളിന് ഇഫക്റ്റ് കൺസിഡർ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സെക്കൻഡ് തേർഡ് ടേംസിനകത്ത് RW1 ആൻഡ് RW2 എൻ്റർ ചെയ്യണം. ഓക്കെ, റിഡക്ഷൻ ഫാക്ടേഴ്സ് RW1 ആൻഡ് RW2 ചേർക്കേണ്ടത് നമ്മുടെ ഇക്വേഷൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ടേംസിനകത്താണ്. അപ്പം പുതിയ ഇക്വേഷൻ CNC പ്ലസ് ഗാമ DF NQ RW1 പ്ലസ് 0.5 B ഗാമ N ഗാമ RW2. ഇനിയിപ്പം RW1 ഉം RW2 ഇക്വേഷൻ പറയാൻ പോകുന്നു. ഓക്കെ, RW1 = 0.5 1 plus ZW1 by DF and RW2 0.5 1 plus ZW2 by B. ഇതിനകത്ത് RW1 RW2 റിഡക്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. വെള്ളം വരുമ്പോൾ മാത്രമുള്ള അഡീഷനാണ് ഈ പറഞ്ഞ ടേംസ്. പിന്നെ നമ്മുടെ ഇക്വേഷനകത്ത് DFും ബിയും നമുക്കറിയാം, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷനും വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷനും നമുക്കറിയാം. ഇപ്പോൾ അഡീഷണൽ പുതിയ ടേംസ് വന്നേക്കുന്നത് ZW1 ZW2 ആണ്. ഓക്കെ, അപ്പം ഇനി എങ്ങനെയാണ് ZW1 ZW2 എടുക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ZW1 ZW2 ആദ്യം ജസ്റ്റ് ഡിഫൈൻ ചെയ്യാം. ആ ഡെഫിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിഫറെൻറ്റ് കണ്ടീഷൻ വെച്ച് നമുക്ക് ഓരോന്നും പറയാൻ പറ്റും. ഓക്കെ, ഇതൊരു സിമ്പിൾ ഫിഗർ ഞാൻ വരച്ചേക്കുന്നത്, ഒരു ഫൗണ്ടേഷൻ്റെ ഫിഗർ ഗ്രൗണ്ട് ലെവൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ കാണിച്ചിരിക്കുന്നത് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ DF, പിന്നെ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ അല്ലെ ഫൂട്ടിങ് B. ഇത്രയൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഇനിയിപ്പം വാട്ടർ ടേബിളിന് ഇഫക്റ്റ് ചെയ്യാൻ പറയാൻ പോവാണ്. അപ്പം ഞാൻ നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ കാണിച്ചായിരുന്നു, നമുക്ക് നമ്മുടെ ഇക്വേഷൻ RW1 ZW1 ഉം ZW2 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത്രയും മനസ്സിലാക്കുക. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവൽ മുതൽ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ തീരണം വരെ എവിടെയെങ്കിലുമൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ ആണ് ZW1 എന്ന ടേം നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഗ്രൗണ്ട് ലെവൽ മുതൽ താഴോട്ട് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ വരെ വെള്ളം വന്നു കഴിഞ്ഞാൽ, അതിനിടയ്ക്ക് എങ്ങാനാണ് വെള്ളം നിൽക്കുന്നതെങ്കിൽ നമുക്ക് ZW1 ഉപയോഗം വരും. ഇനിയിപ്പം നമ്മുടെ DFിലേക്ക് നമ്മൾ എത്തി, അതായത് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ലെവലിലെത്തി, അവിടുന്ന് താഴേക്കാണ് വെള്ളം വരുന്നതെങ്കിൽ പിന്നെയാണ് ZW2 എന്ന ടേം വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ ഫിഗറിനകത്ത് ZW1 ഉം ZW2 മാർക്കിയിട്ടുണ്ട്. അത് വിത്ത് റെസ്പെക്ട് ടു 2 സെറ്റ് ഓഫ് വാട്ടർ ടേബിളെ കാണിച്ചേക്കുവാണ്. വെറുതെ കാണിച്ചേക്കുവാണ്, അങ്ങനെ വാട്ടർ ടേബിൾ വരത്തില്ല. വാട്ടർ ടേബിൾ ഒരിടത്തേ വരത്തുള്ളൂ. സോ ഇവിടെ ZW1 ZW2 മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ തീരുന്നതിന് മുമ്പായിട്ട് ഒരിടത്തും വരച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഫൗണ്ടേഷൻ ഡെപ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരെണ്ണം വരച്ചിട്ടുണ്ട് ZW2. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓരോ കേസും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്ര ആലോചിക്കുക. ഈ പറഞ്ഞ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ വരെ എവിടെയെങ്കിലും വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ZW1 എന്ന ടേം വരും. അപ്പോൾ ഗ്രൗണ്ട് ലെവൽ തൊട്ട് അപ്പോൾ ആ ഒരു ഡെപ്ത് ഓഫ് വാട്ടർ എവിടെയാണോ വാട്ടർ ടേബിൾ വരുന്നത് അവിടെ വരെയാണ് ZW1 വരുന്നത്. ഇനിയിപ്പം നമ്മുടെ വാട്ടർ ടേബിൾ വരുന്നത് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ആ ടേം അവിടെയാണ് ZW2 അഡീഷണൽ വരും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഒരുമിച്ചും വരും. ആ കേസ് പറഞ്ഞുതരാം. ഓക്കെ, ഇനിയിപ്പോൾ ഡിഫറെൻ്റ് ഒരു 4-5 കേസ് ഉണ്ട്. ആ കേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം ഓരോ കേസും പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ ആ ഒരു കേസായിരിക്കും ഏത് കേസാണ് ക്വസ്റ്റ്യനിൽ വരുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഇക്വേഷൻ കാണിക്കാം. RW1 0.5 1 plus ZW1 by DF, RW2 0.5 1 plus ZW2 by B. ഓക്കെ, അപ്പം നമ്മുടെ ഡിഫറെൻറ്റ് കണ്ടീഷൻസിലേക്ക് പോവാണ്.
ZW1 ZW2 എന്തോന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു. നമ്മളോട് ഡിഫൈൻ ചെയ്യാം. ഡെപ്ത് ബിലോ ഗ്രൗണ്ട് ലെവൽ ടിൽ ദ വാട്ടർ ടേബിൾ എബവ് ദ ഫൂട്ടിംഗ്. ZW1 ZW2 വാട്ടർ ടേബിൾ ലെവൽ ബിലോ ദ ബേസ് ഓഫ് ഫൂട്ടിംഗ്. ഞാൻ ജസ്റ്റ് മുമ്പേ കാണിച്ച ഫിഗറിനകത്തുനിന്ന് സെയിം ടെക്സ്റ്റ് പറഞ്ഞേക്കുവാണ്. ഓക്കെ, കേസ് 1 ഞാൻ പറയുവാണ്. വാട്ടർ ടേബിൾ അറ്റ് ദ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ സാധാരണ പഠനം ഞാൻ വരച്ചേക്കുന്നു. ഗ്രൗണ്ട് ലെവൽ മാർക്കിയിട്ടുണ്ട്, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ മാർക്കിയിട്ടുണ്ട്, വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ ബി മാർക്കിയിട്ടുണ്ട്. DFും ബി നമുക്കറിയാം, ഗ്രൗണ്ട് ലെവൽ നമുക്കറിയാം. ഇനിയിപ്പം വാട്ടർ ടേബിൾ ലെവൽ ഞാൻ മാർക്കിലേക്ക് നോക്കുക. അവിടെ നോക്കുക, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷനിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ വാട്ടർ ടേബിളിൻ്റെ സിമ്പിൾ മാർക്കിയിട്ടുണ്ട്. അപ്പം അവിടെ മുതലാണ് വെള്ളം വരുന്നത് താഴേക്ക്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, എവിടെ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഇടയ്ക്ക് എവിടെ വെള്ളം വന്നാലും അതുവരെ ഉള്ള ഡിസ്റ്റൻസ് ആണ് ZW1. അപ്പോൾ ഈ കേസിൽ വാട്ടർ ടേബിൾ വന്നേക്കുന്നത് ആ പറഞ്ഞ ബേസിൽ തന്നെയാണ് വന്നേക്കുന്നത്. സോ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അത്രയും ഡിസ്റ്റൻസ് ആണ് ZW1. ZW2 ഉണ്ടോ? ഇല്ല. കാരണം ZW2 ഇത് കഴിഞ്ഞ് വെള്ളം വന്നെങ്കിൽ മാത്രമേ ZW2 വരത്തുള്ളൂ. ഇവിടം വരെയും ZW1 മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ RW1 ഇക്വേഷൻ എന്താണ്? 0.51 പ്ലസ് ZW1 ബൈ ZW1. കാരണം എന്താണ്? DFന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു ZW1 ആയി. കാരണം ആ സെയിം വാല്യൂസാണ് വരുന്നത്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും ബാക്കി നമുക്ക് വാല്യൂ 0.5 ഇൻറ്റു 2 ഇസിക്കൽ ടു 1 വരും. ഇനി RW2 എന്തുവാണ്? 0.51 പ്ലസ് ZW2 ബൈ ബി. ഞാൻ പറഞ്ഞു ഈ കേസിൽ ZW2വിന് വാല്യൂ ഇല്ല. കാരണം മാക്സിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷനിൽ വരെ വെള്ളം വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പോയാൽ ZW2 വരത്തുള്ളൂ. അപ്പോൾ ആ ടേം 0 ബൈ ബി. അപ്പം ആ ടേം പോവും. പിന്നെ ബാക്കി നമുക്ക് ആപ്പാടുള്ളത് 0.5 ഇൻറ്റു 1 0.5. അപ്പം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷനിലാണ് വെള്ളം നിൽക്കുന്നതെങ്കിൽ നമ്മുടെ RW1 RW2 വാല്യൂസ് 1ഉം 0.5. ഓക്കെ, പ്രത്യേകം നോക്കുക. അറ്റ് ദ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ആണെങ്കിൽ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോ കേസ് മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകാം. കാണാൻ പഠിച്ചാൽ നമുക്ക് തെറ്റിപ്പോകും. കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ കണ്ടീഷൻ മനസ്സിലാക്കി എഴുതാൻ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ടർ ടേബിൾ അറ്റ് എനി ഡെപ്ത്. വെറുതെ ഡെപ്ത് പറഞ്ഞേക്കുക. തൽക്കാലത്തേക്ക് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കഴിഞ്ഞ് താഴെ ഒരു സ്ഥലത്താണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ കേസിൽ ZW1 മാക്സിമം വരാൻ പോകുന്ന എവിടെ വരെയാണ്? ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ വരെയാണ്. ZW2 എവിടെ വരും? ആ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കഴിഞ്ഞ് എവിടെ വരെ വരുന്നു? അതാണ് ZW2. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ഇക്വേഷൻ RW1 ഇസിക്വൽ ടു എന്തായിരിക്കും? 0.51 പ്ലസ് ZW1 ബൈ DF. DFും ZW1 മുമ്പത്തെ കേസ് പോലെ സെയിം ആയതുകൊണ്ട് അവിടെ 1 വന്നു. RW2വിന് വാല്യൂ വരും എന്തുവാ? 0.51 പ്ലസ് ZW2 ബൈ ബി. കറസ്പോണ്ടിങ് ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് RW2. ഇവിടെ ഞാൻ DFന്റെയും ബിന്റെയും വാല്യൂ തരാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനത്തെ ക്വസ്റ്റ്യനകത്ത് പ്രത്യേകം വാല്യൂസ് കാണും. സോ ആ കറസ്പോണ്ടിങ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നേരിട്ട് പറയാൻ പറ്റത്തില്ല. കിട്ടുന്ന വാല്യൂ ഗിവൺ ഡയമെൻഷൻ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. RW2 ഇസിക്വൽ ടു 0.51 പ്ലസ് ZW2 ബൈ ബി. ഇതാണ് സെക്കൻഡ് കേസ്. വാട്ടർ ടേബിൾ അറ്റ് എനി ഡെപ്ത്. വെറുതെ ഞാൻ പറഞ്ഞു. സെക്കൻഡ് കേസ്. ഇനി തേർഡ് കണ്ടീഷൻ പറയുകയാണ് വാട്ടർ ടേബിൾ എബവ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ്റെ എബവ് വന്നേക്കുന്നു. ഈ കേസിൽ എന്താ? ഈ കേസിൽ ZW1 അവിടെ വരും. എവിടെയാണോ വെള്ളം വരുന്നത് അവിടെ വരെയാണ് ZW1. ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. എവിടെയാണോ വെള്ളം വരുന്നത് അവിടെ വരെ ZW1, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ വരെ. അപ്പോൾ RW1 എന്ത് വരും? 0.51 പ്ലസ് ZW1 ബൈ DF. രണ്ടിനും പ്രത്യേകം വാല്യൂസ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. RW2 എന്തായിരിക്കും? RW2 അകത്ത് ZW2 വരത്തില്ല. കാരണം എന്താണ്? നമ്മുടെ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കഴിഞ്ഞ് വെള്ളം പോയെങ്കിൽ മാത്രമേ ZW2 വരത്തുള്ളൂ. അത് വന്നിട്ടില്ല. 0 ബൈ ബി. ആ ടേം 0.5 നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഓക്കെ, കേസ് 3 ആണ് പറഞ്ഞിരിക്കുന്നത് വാട്ടർ ടേബിൾ ലെവൽ എബവ് ദ ഫൗണ്ടേഷൻ. ഓക്കെ, ഇനി വാട്ടർ ടേബിൾ അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ. വേറെ കേസാണ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ. വാട്ടർ ടേബിൾ ലെവൽ നോക്കുക. ഗ്രൗണ്ട് ലെവൽ കാണിച്ചേക്കുവാണ്. ഗ്രൗണ്ട് ലെവൽ കാണിച്ചു കഴിഞ്ഞാൽ എന്തുവാ? ഞാൻ പറഞ്ഞത് എന്തുവാ? ഗ്രൗണ്ട് ലെവൽ മുതൽ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ വരെ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെള്ളം വന്നെങ്കിൽ ZW1 വാല്യൂ വരത്തുള്ളൂ. ഇവിടെ അതുമില്ല. പിന്നെ ZW2 അത്രയും ഒന്നും വരത്തില്ല. കാരണം നമ്മുടെ ഇവിടെ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ താഴേക്ക് വെള്ളം വന്നെങ്കിൽ മാത്രമേ അത് വരത്തുള്ളൂ. ZW2 വരത്തുള്ളൂ. സോ ZW1 0, ZW2 0. സോ 0.51 പ്ലസ് 0 ബൈ DF, 0.51 പ്ലസ് 0 ബൈ ബി. രണ്ടും 0.5. ഡിഫോൾട്ട് വാല്യൂസ് 0.5 നമുക്ക് നേരിട്ട് എഴുതാം. കാണാൻ പഠിക്കേണ്ട, ഓരോ കണ്ടീഷൻ എഴുതി വെച്ചിട്ട് വെച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പം വേറൊരു കണ്ടീഷൻ. ഇതൊരു സ്പെഷ്യൽ കണ്ടീഷനാണ്. വാട്ടർ ടേബിൾ ലെവൽ അറ്റ് ഡെപ്ത് ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ് ബിലോ ഫൂട്ടിംഗ്. അപ്പം വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ് ബി ആണ്,
അപ്പം അത്രയും വാല്യൂ താഴേക്ക് പോയിട്ട് അവിടെയാണ് വാട്ടർ ടേബിൾ വരുന്നത്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ RW1 വാല്യൂ എന്തോ 0.51 പ്ലസ് ZW1/DF. ZW1 DF സെയിം ആണ്, കാരണം അവിടെ വരെയാണ് ZW1 വരുന്നത്. സോ അത് രണ്ടും ക്യാൻസൽ ആയി പോകും, 1 കിട്ടും. ഇനി ഇപ്പോൾ RW2 ആണ് എന്ത് വരും, 0.51 പ്ലസ് ZW2/B. അവിടെയും ഈ പറഞ്ഞ ZW2 എന്തുവാണ്, = B ആണ്. സോ അതും 1 ആയി പോകും. 1 × 1 2, 2 × 0.51. അപ്പോൾ RW1 and RW2 = 1. ഏത് കേസിലാണ്? വാട്ടർ ടേബിൾ അറ്റ് ഡെപ്ത് വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ് ബിലോ ഫൂട്ടിംഗ്. അപ്പം എത്രയാണ് ഇപ്പോൾ ഒരു വാല്യൂ പറയുകയാണ്, 5 മീറ്റർ ആണ് വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ്. 5 മീറ്റർ താഴേക്കാണ് വെള്ളം നിൽക്കുന്നതെങ്കിൽ ഓക്കെ, അതുപോലത്തെ കണ്ടീഷൻ ഈ പറയുന്നത്. എത്രയാണ് വിഡ്ത്ത്, അത്രയും വിഡ്ത്ത് താഴേക്ക് മാറി ഫൗണ്ടേഷൻ്റെ ബേസിൽ നിന്ന് താഴേക്ക് മാറി വെള്ളം നിൽക്കുന്നു വാട്ടർ ടേബിൾ ലെവൽ. അപ്പം ആ രീതിയിൽ. ഇനിയിപ്പം ലാസ്റ്റ് കണ്ടീഷൻ കേസ് 6. ഇത് കേസ് 6 ആണ്. കേസ് 6-നകത്ത് വാട്ടർ ടേബിൾ അറ്റ് ഡെപ്ത് ഗ്രേറ്റർ ദാൻ വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ് ബിലോ ഫൂട്ടിംഗ്. ഓക്കെ, മുമ്പത്തെ കണ്ടീഷൻ പറഞ്ഞാൽ എന്തുവാണ്, ബി കറസ്പോണ്ടിങ് ബീൻ്റെ അത്രയും താഴേക്ക് മാറി നിന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ കണ്ടീഷനകത്ത് ബീനെക്കാട്ടും ഇതും കഴിഞ്ഞ് നിൽക്കുന്ന വെള്ളം. ആ കണ്ടീഷൻ ഒന്നും ചെയ്യാൻ പോകണ്ട, ജസ്റ്റ് RW1 RW1 അങ്ങ് എടുത്താൽ മതി. കാരണം ഇവിടെ തന്നെ ഓൾറെഡി 2 മണ്ണാണ്. സോ അത് കഴിഞ്ഞുള്ളതും ഡിഫോൾട്ടായിട്ട് നമുക്ക് 1 എടുക്കാം. ഓക്കെ, ഇതാണ് 5 കേസ് വരുന്ന വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ അനുസരിച്ച് റിഡക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്യുക. റിഡക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ZW1 ZW2 2 ടേംസ് വേണം. ഈ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ ഇക്വേഷനായ നമ്മൾ ഡിഫോൾട്ടായിട്ട് പുതിയ ഇക്വേഷൻ എഴുതിയ CNC പ്ലസ് γDF കറസ്പോണ്ടിങ്ങിനകത്ത് RW1 RW2 ഓരോ കേസ് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതും കൂടെ നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ഇക്വേഷൻ ഫുൾ ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവും. പക്ഷേ ഈ ഒരു കേസ് ഈ വീഡിയോ വീണ്ടും ശ്രദ്ധിച്ച് കണ്ടിട്ട് ഓരോ കേസും ഒന്ന് എഴുതി വെച്ച് നോക്കിയിട്ട് RW1 RW2 വാല്യൂസ് എങ്ങനെ മാറുന്നു ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ബാക്കി നമുക്ക് ന്യൂമറിക്കൽസ് ലൈവ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.